ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ശ്രീബുദ്ധൻ പകർന്നു നൽകിയ അറിവും മാർഗവും മാനവരാശിക്കാകെ സ്വന്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പിപ്രഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി നാടുകടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLAക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. ന്യൂസിലൻഡിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ. വാർത്തകൾ വിശദമായി. ഭഗവാൻ ബുദ്ധൻ പകർന്നു നൽകിയ അറിവും മാർഗവും മനുഷ്യരാശിക്കാകെ സ്വന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ പുരാവസ്തുക്കളല്ലെന്നും രാജ്യത്തിന്റെ ആദരണീയ പൈതൃകത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भगवान बुद्ध की हमारी ये साझा विरासत इस बात का भी प्रमाण है कि भारत सिर्फ पॉलिटिक्स, डिप्लोमेसी और इकोनॉमी से ही नहीं जुड़ता, बल्कि हमारा जुड़ाव कहीं गहरा है. हम मन और संवेदनाओं से जुड़े हैं. हम आस्था और अध्यात्म से भी कनेक्टेड है. साथियों, भारत केवल भगवान बुद्ध के पावन अवशेषों का संरक्षक नहीं है, बल्कि उनकी परंपरा का जीवंत वाहक भी है. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി നാടുകടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെയാണ് വെനിസ്വേലയിൽ ആക്രമണം നടത്തിയത്. അമേരിക്കൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വെനിസ്വേലയിൽ ദേശീയ അടിയന്തരാവസ്ഥയാണ്. തലസ്ഥാനമായ കാരക്കാസിൽ 7-ലധികം സ്ഫോടനങ്ങൾ നടന്നു. വിവിധയിടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ആക്രമിച്ചതായും വെനിസ്വേല ആരോപിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബിജാപൂർ, സുക്മ ജില്ലകളിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഡൽഹി നിയമസഭയിൽ ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെയും ഛായാചിത്രങ്ങൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്തു. ഭാരത് മാതാ കോഫി ടേബിൾ പുസ്തകവും ശ്രീ സിംഗ് പുറത്തിറക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുസ്തകം പുറത്തിറക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് നടന്ന പാർലമെന്ററി കൺസൾട്ടേറ്റീവ് യോഗത്തിൽ ശ്രീ ഷാ അധ്യക്ഷത വഹിച്ചു. നേതാജി സ്റ്റേഡിയത്തിൽ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിട്ടു. സാമൂഹ്യ പരിഷ്കർത്താവും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ വക്താവുമായ സാവിത്രിബായ് ഫൂലെയുടെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ദിശാബോധം നൽകാൻ സാവിത്രിബായ് ഫൂലെയ്ക്ക് സാധിച്ചതായി ശ്രീ ഷാ പറഞ്ഞു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വയോധികർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൌകര്യമൊരുക്കുമെന്ന് ശ്രീ രത്തൻ യു കേൽക്കർ പറഞ്ഞു. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കാനുള്ള ഫോം 6A-യിൽ ഇതുവരെ 24,772 അപേക്ഷ ലഭിച്ചു. അതിനിടെ പ്രവാസി വോട്ടർമാർക്ക് SIR നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM, VVPAT യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധനയും വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. പരിശോധനയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കളക്ടർമാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യാനും മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനും പൌരന്മാരെ ക്ഷണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 10 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷൻ, വിജിൽ, സക്ഷം, പോളിംഗ് ട്രെൻഡ് തുടങ്ങി 40 ആപ്പുകൾ സംയോജിപ്പിച്ചാണ് ECI നെറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
തൊണ്ടി മുതൽ തിരിമറി കേസിൽ രണ്ടാം പ്രതിയായ MLA ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ലഹരിമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അന്ന് അഭിഭാഷകനായിരുന്ന ശ്രീ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ഇന്ത്യയുടെ ആദ്യ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി റാണി വേലു നാച്ചിയാറിന്റെ ജന്മവാർഷിക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ റാണി വേലു നാച്ചിയാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് പരമ്പരാഗത ജ്ഞാനത്തെ ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സിദ്ധചികിത്സ ജീവിക്കുന്ന പാരമ്പര്യമാണെന്നും ചെന്നൈയിൽ ദേശീയ സിദ്ധ ദിനാചരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന് നാളെ വാരണസിയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ റെയിൽവേയെ പരിവർത്തനം ചെയ്യാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാത്രി യാത്രകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ഇവയെന്നും കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ഗുവാഹട്ടിക്കും കൊൽക്കത്തയ്ക്കുമിടയിൽ സ്ലീപ്പർ സർവീസ് ഈ മാസം 2ാം പകുതിയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. वंदे भारत स्लीपर माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के रेलवे को ट्रांसफॉर्म करने के संकल्प का हिस्सा है. ओवरनाइट जर्नी के लिए वंदे भारत स्लीपर एक टोटली नए डिजाइन से बनाया गया है. हर एक चीज का ध्यान रख के इस ट्रेन को डिजाइन किया गया है. शुरुआत गुवाहाटी से कोलकाता के बीच में पहली सर्विस चालू होगी वंदे भारत स्लीपर की, और इस साल करीब 10 और ट्रेन बनेंगी. टोटल 12 ट्रेन का इस साल का टारगेट है. കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത് ഷാ ഈ മാസം 11-ന് കേരളത്തിലെത്തുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJP സംസ്ഥാന നേതൃയോഗത്തിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP അംഗങ്ങളുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. ഇതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ ഈ മാസം വീണ്ടും അവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസിലൻഡിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനായി ടീമിൽ തിരിച്ചെത്തി. ഈ മാസം 11-ന് വഡോദരയിലാണ് 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 301 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 300 റൺസ് എടുത്തു. വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനെതിരെ കേരളത്തിന് തകർപ്പൻ ജയം. ഝാർഖണ്ഡ് ഉയർത്തിയ 311 റൺസ് വിജയലക്ഷ്യം 43-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം മറികടന്നു. സഞ്ജു സാംസണും രോഹൻ കുന്നുമലും സെഞ്ചുറി നേടി. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ദർശനത്തിനും അഭിഷേകത്തിനും ശേഷം സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ മടങ്ങണമെന്ന് ദേവസ്വം ബോർഡ് അറിയിപ്പ് നൽകി. അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ ഈ മാസം 11-നാണ്. രാജ്യത്തുടനീളമുള്ള 898 പെൺകുട്ടികൾ ഉൾപ്പെടെ ആകെ 2406 കേഡറ്റുകൾ നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കും. പെൺകുട്ടികളുടെ പങ്കാളിത്തം മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചതായി NCC ഡയറക്ടർ ജനറൽ അറിയിച്ചു. റിപ്പബ്ലിക് ദിന പരേഡ് ഈ മാസം 28-ന് നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ഫുൾ ഡ്രസ് റിഹേഴ്സൽ, 29-ന് നടക്കുന്ന പ്രധാന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് എന്നിവയുടെ ടിക്കറ്റ് വിൽപ്പന മറ്റന്നാൾ ആരംഭിക്കും. 20 രൂപ, 100 രൂപ നിരക്കിലാണ് ടിക്കറ്റുകൾ. amantran.mod.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൽഹിയിലെ വിവിധ കൌണ്ടറുകളിൽ നിന്നും നേരിട്ടും ടിക്കറ്റുകൾ വാങ്ങാം. ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ. പ്രതിഷേധങ്ങളെ ശക്തമായി നേരിടാനുള്ള ഇറാന്റെ തീരുമാനത്തിൽ ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ പാർട്ടിയുടെ അധ്യക്ഷ ചുമതലകൾ ഏറ്റെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. പാർട്ടിയുടെ അധ്യക്ഷയായിരുന്ന ഖാലിദ സിയയുടെ മരണത്തെ തുടർന്നാണ് തീരുമാനം. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വായു ഗുണനിലവാരം മെച്ചപ്പെട്ടതോടെ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീബുദ്ധൻ പകർന്നു നൽകിയ അറിവും മാർഗവും മാനവരാശിക്കാകെ സ്വന്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പിപ്രഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി നാടുകടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 14 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു.
കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLAക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. ന്യൂസിലൻഡിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.